ഗോൾഡൻ ത്രെഡ്സ് എഫ്സിക്കെതിരെ ഒരു അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആ മത്സരത്തിൽ 3-ാമത്തെ മിനിറ്റിൽ ജേക്കബ് ഒരു ഫ്രീ കിക്ക് ഗോൾ നേടിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പരാജയപ്പെടുത്തിയത്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുന്നേറ്റമാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ നല്ല ഫാസ്റ്റ് മൂവ്മെന്റ്സുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കേരളം ചേർന്നത് ജിസലിന്റെ പാസ്സായിരുന്നു, പക്ഷേ മിസ് പാസ്സായി മാറുകയാണ്. കൃത്യമായ ബ്ലോക്കിങ്ങും അവിടെ നൽകുന്നുണ്ട്. വീണ്ടും വിവാദിച്ചെടുക്കാൻ KCBക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് നിജോ ഗിൽബർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടത്തെ വിങ്ങിൽ കൂടി നിജോ ഗിൽബർട്ട് ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമം. യെസ്, പക്ഷേ ഇപ്പോഴും ഷെറിൽ നിന്ന് നേരെ സിദ്ധാർത്ഥിലേക്കാണ് പന്ത്. ആൻഡ് വിവാന്റെ ക്രോസ് വരികയാണ്. അവിടെ ഓൾറെഡി ഒരു ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഗോൾ കീപ്പറുടെ ജഡ്ജ്മെന്റ് അല്പം മാറിപ്പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടുന്നത്. ആൻഡ് വിവാൻ വലിയ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് വിവാന്റെ ബോട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ വിവാൻ മുംബൈ സ്വദേശിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായാണ് ഇറങ്ങിയത്. ഈ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവൽ സ്ഥാനം പിടിക്കും. ബിൻ ഗിബ്സിന്റെ കർവിംഗ് കോർണർ കിക്കാണ് ഇത്തവണ. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാരി മത്സരത്തിന്റെ തത്സമയ കളി വിവരണവുമായി നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്. അകത്തേക്ക് മലയമാണ് പന്തുമായി പെനാൽറ്റി ഏരിയക്കകത്ത് നിജോ എടുക്കുന്നു. നല്ലൊരു തകർപ്പൻ കോർണർ കിക്ക്. മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് മിഡ്ഫീൽഡിൽ. നല്ലൊരു ഓവർ ഹെഡ് ബോൾ വരികയാണ്. ഇത്തവണ വിവാന്റെ ക്ലിയറൻസ് ആണ്. വിവാനിൽ നിന്നും വീണ്ടും റിട്ടേൺ വിവാനിലേക്ക്, വീണ്ടും ഷെറിനിലേക്ക്. ഈ മത്സരത്തിലെ ഗോൾ സ്കോർ കൂടെയാണ് ഷെറിൻ. പന്ത് പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറുകയാണ് സിദ്ധാർത്ഥ്. വലത് വിങ്ങിൽ കൂടി സിദ്ധാർത്ഥ് നല്ലൊരു അസിസ്റ്റ് നൽകിയ താരം കൂടിയാണ് സിദ്ധാർത്ഥ്. വീണ്ടും വിവാനിലേക്ക്. വിവാനിൽ നിന്ന് ആവിഷ്കരിക്കാൻ കഴിയുന്ന താരങ്ങളാണ് അറ്റാക്കിംഗ് ഫോർമേഷനിൽ. വീണ്ടും വയനാട് യുണൈറ്റഡിന് മുന്നേറ്റം. ജൂനിയർ ഇന്റർനാഷണൽ താരം കൂടിയാണ് എബിൻ ദാസ്. നേരെ ശ്രീകുട്ടനിലേക്ക്. ഡ്യൂറൻ കപ്പ് താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. ഒരു വൺ ടച്ച് പാസ്, ബ്യൂട്ടിഫുൾ പാസ് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ഇത്തവണ ബോൾ എടുത്തിലേക്ക് മലയമിന്റെ ബാക്ക് പാസ് ആണ് വിവാനിലേക്ക്. വൺ ടച്ച് കളിച്ച് മുന്നേറാനുള്ള ശ്രമം നടത്താനുള്ളൊരു പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് തന്നെയാണ്. വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ പന്തുമായി മുന്നിലേക്ക് പോകുന്നു. വിമാൻ കാലിൽ കൊരുത്ത പന്തിനെ മുന്നിലേക്ക് ഒരു ശ്രമമുണ്ട് അവിടെ. ജേഴ്സി നമ്പർ 57 സാഹിൽ. വീണ്ടും വിവാനിലേക്ക്. ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ലെവൽ ടൈം നൗ. From the left, the blue shirts. ഷെറിൻ. വിവനെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്യുന്നു. പക്ഷെ വിവൻ ആ ഒരു ബാലൻസ് കഴിഞ്ഞ മത്സരത്തിലേക്ക് കണ്ടതാണ്. ഒരുപാട് ബോളുകൾ നൽകിയെങ്കിലും അതൊന്നും വലയിലേക്ക് എത്തിക്കാൻ അജുസലിന് കഴിഞ്ഞില്ല. മത്സരത്തിന്റെ ഒരുപാട് അവസരങ്ങൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ നമ്മുടെ യുവതാരങ്ങൾക്ക് മാറ്റിവെക്കുന്നുണ്ട്. ഓൾറെഡി പാലക്കാട് 100 അണി ഫുട്ബോൾ ഗ്രൗണ്ടിൽ സൂക്ഷ്മദർശിനെ വെച്ച് പ്ലാൻ ചെയ്ത ഒരു ആക്രമണമായിരുന്നു. പക്ഷേ വിവിയൻ വേണ്ടിയുള്ള ശ്രമം. വീണ്ടും കോവളം FC ഹെഡർ ക്ലിയറൻസ് ആണ്. നേരെ മറുപുറത്തേക്ക് നല്ലൊരു കൗണ്ടറിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് റൈറ്റ് നോ അവിടെ തുറന്നു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്. ബ്ലാസ്റ്റേഴ്സ് വിത്ത് ദ റൺ. അവരുടെ ഒരു നല്ല ഒന്നാം തരം ഒരു ത്രൂ ബോൾ ഫോർവേഡ് ലൈനിലേക്ക്. അവിടെ ആലസ്യത്തിലിരിക്കാതെ ആ ഒരു ഗോൾ ഊർജ്ജദായകമായി മാറിയിരിക്കുകയാണ് ഇന്റർ കേരള. വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് ജസീമിലേക്ക്. വീണ്ടും വിവാൻ ട്രിബിൾ ചെയ്ത് മുന്നേറാൻ ജയിലോ അത് ടച്ച് ലൈനിന് സമീപത്തായുണ്ട്. അവിടെ ജഡേജ ഇടപെടുന്നു. എബിൻ ദാസ്. വീണ്ടും വിവാൻ വലത് വിങ്ങിൽ കൂടി. മൈനസ് ആണ് ജഗന്നാഥിലേക്ക്. ആൻഡ് എബിൻ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് അത്. നോക്കുക, നല്ലൊരു ത്രൂ ബോൾ ആണ് അവിടെ വെച്ച് നൽകിയത്, സെറ്റ് ചെയ്ത് നൽകിയത്. പക്ഷേ അപകടം മാറുന്നില്ല. മത്സരത്തെ ആദ്യ ഒരു 28 മിനിറ്റുകളിലേക്ക് വരുമ്പോൾ മലയമിന്റെ കാര്യത്തിൽ ഒരു മികവ് നമ്മൾ. Now from the right, here they come, Kerala Blasters. Wriggling for space, looking for a little bit of ബ്ലണ്ടർ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലിയറൻസ്. എത്രത്തോളം ക്ലംസി ആയിരുന്നു, എത്രത്തോളം ഫ്രജൈൽ ആയിരുന്നു ആ ഒരു മൊമെന്റിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലിയറൻസ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാണ്. എന്തായാലും റൈറ്റ് വിങ്ങിൽ ബോളുമായി അകത്തേക്ക് കടന്നു കയറാനുള്ള ശ്രമത്തിനിടയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. പാരലൽ റൺ. ഡിഫൻസീവ് ലൈനിൽ വൈശാഖ് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ജഗന്നാഥിലേക്ക്
ജഗന്നാഥിൽ നിന്ന് നേരെ വിവാനിലേക്ക് വലത് വിങ്ങിൽ കൂടി കഴിഞ്ഞ മത്സരത്തിലും KCBക്കെതിരെ മികച്ച പ്രകടനം നടത്തിയത്. From the right flank. അധിക സമയം അനുവദിക്കുന്നു ഈ ഒരു മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ. എല്ലാ തവണയും ഈ ഒരു ഫിക്സ്ചർ മൗത്ത് വാട്ടറിംഗ് ആയി തന്നെയാണ്. ജേഴ്സി നമ്പർ 47 എബിൻ ദാസിലേക്ക് ഫോർവേഡ് ബോളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ നിന്ന് നേരെ ജേഴ്സി നമ്പർ 10 നവനീതിലേക്കാണ്. യാതൊന്നും സംഭവിക്കുന്നില്ല. പ്രതീക്ഷയിലാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് FC യുടെ ആരാധകരൊക്കെ നോക്കുന്നതും. ആൻഡ് വിവാനിലേക്കാണ് പന്തെത്തിച്ച് നൽകിയതും. ആൻഡ് വിവാൻ വലത് വിങ്ങിൽ കൂടി വിവാന്റെ മുന്നേറ്റം. സമീപത്തായ ആദിൽ ആൻഡ് വിവാൻ ആൻഡ് എബിൻ ദാസ്. ആൻഡ് വിവാനിലേക്കാണ് പന്തെത്തിച്ചേർന്നത്. വിവാൻ ഇടത് വിങ്ങിൽ കൂടി വിവാൻ കഴിഞ്ഞ മത്സരത്തിലും നിർണായക പ്രകടനമാണ്. ആൻഡ് നല്ലൊരു മുന്നേറ്റമാണ് അജിസലിനെ തേടി വന്നത്. അജിസൽ മതി ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗോൾ കണ്ട. നേരെ ശ്രീകുട്ടൻ്റെ ഒരു ഡയഗണൽ പാസ് നേരെ വിവാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലത് വിങ്ങിൽ കൂടി വിവാന്റെ ക്രോസ് വരുന്നു. ഒരു ഹെഡർ. ജസീന് ഗോൾ വലയ്ക്ക് താഴെ കിടന്ന് ആ ഒരു ബോളിന്റെ പാത നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വീണ്ടും ഇന്റർ കേരളയുടെ താരങ്ങൾ സമനില ഗോളിന്റെ ആവേശത്തിൽ തിരമാല പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്തെ ഗോൾ കിക്ക് ആയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FC യുടെ താരങ്ങളൊക്കെ ചേർന്നുകൊണ്ട് അവരുടെ പൊസിഷൻ കറക്റ്റ് ആക്കുന്ന രംഗം നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. എസ്പെഷ്യലി റെഹാന്റെ ഭാഗത്ത് നിന്ന് എവിടെയാണോ തന്റെ പൊസിഷൻ യുണൈറ്റഡ്, വീണ്ടും വയനാട് യുണൈറ്റഡ് നല്ലൊരു മുന്നേറ്റമാണ്. ക്ലിയറൻസ് ചെയ്ത് അപകടം ഒഴിവാക്കിയിട്ടുണ്ട് ജഗന്നാഥ്. അപകടം ഒഴിവാകുന്നില്ല ഇപ്പോഴും. വീണ്ടും വയനാട് യുണൈറ്റഡിന്റെ മുന്നേറ്റം. ഇത് കൃത്യമായി മുന്നിലോട്ട് വന്ന് അപകടം ഒഴിവാക്കിയിട്ടുണ്ട്. ഹെഡർ ക്ലിയറൻസ് ചെയ്ത് പന്തുമായി വിവാനിലേക്കാണ് എത്തിച്ചേർന്നത്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അണ്ടർ 20 ഇന്ത്യൻ ടീമിൽ കളിച്ച താരം കൂടിയാണ് തോമസ് കെ ചെറിയ.